കോഴി അപ്പോ യമുന ഭർത്താവിനെ ഡൈവോഴ്സ് ചെയ്തു അല്ലേ? അതെ. നല്ല എരി. യമുനയുടെ ഭർത്താവ് ഇപ്പൊ എവിടെയാ? ആർക്കറിയാം, ഒക്കെ ഫ്രോഡ് കേസല്ലേ. എന്തൊരു എരി. അയാളെ രൂപ കണ്ടിട്ടുണ്ടോ? പിന്നെ ഇവനെ കെട്ടുന്നതിന് മുമ്പ് അവൾ എന്നെയാണ് കെട്ടാനിരുന്നത്. അല്ല, ആദ്യം പരിചയപ്പെട്ടത്. ഞാൻ അപ്പോഴേ പറഞ്ഞു ഇവനൊരു ഫ്രോഡ് ലുക്കാണ്, നല്ലോണം ആലോചിച്ചിട്ട് മതി സിസ്റ്ററെ എന്ന്. ആര് കേൾക്കാൻ? അതിന്റെ തല എഴുത്ത് അങ്ങനെ. എന്തായിരുന്നു അയാളുടെ പേര്? രൂപേഷ് കുമാർ. രൂപു എന്ന് വിളിക്കും. തന്റെ പേരല്ലടോ ചോദിച്ചത്. പിന്നെ യമുനയുടെ ഭർത്താവിന്റെ പേര്? രാമനോ കൃഷ്ണനോ എന്നെങ്ങാണ്ടായിരുന്നു. അതൊക്കെ ഇപ്പൊ ആരോർമ്മിക്കാൻ? അവക്ക് പോലും ഇപ്പൊ അത് ഓർമ്മയുണ്ടാവില്ല. ആർത്തി പണ്ടാരം. തന്റെ ഈ മുടിഞ്ഞ തീറ്റി ഒന്ന് മതിയാക്കാൻ. ഞാൻ വിചാരിച്ച് വേറെ എന്തോ ഓർഡർ ചെയ്തതാണെന്ന്. ചെയ്തില്ലല്ലേ? രണ്ടില്ല അരച്ച്. എനിക്ക് വേണ്ട. തനിക്കല്ലടോ, എനിക്കാണ്. എനിക്ക് രണ്ടില്ല അരച്ച് വേണം. ഞാന് കൈ തൊടാതെ കടിച്ചെടുക്കട്ടെ. ഈ കിടന്ന കാശും കൊടുത്ത് കുടിക്കണ പട്ടിനെ ചമക്കണം. ദീപം പ്രശ്നമാണ്. അന്ന് ഭർത്താവ് ഗൾഫിലാണോ എന്ന് ഞാൻ ചോദിച്ചപ്പോ അതെ ഇനി യമുന എന്തിനാ എന്നോട് കള്ളം പറഞ്ഞത്? യമുനയെ കുറിച്ച് എനിക്കെല്ലാം അറിയാം. വിവാഹം കഴിച്ചതും ഡൈവോഴ്സ് ആയതും 5 വർഷമായിട്ട് യമുനയും മോനും തനിച്ച് താമസിക്കുന്നതും ഒക്കെ. അന്ന് എന്തിനാ എന്നിൽ നിന്ന് ഇതൊക്കെ വിളിച്ചത്? ഇത്രയൊക്കെ വിശദമായി പറയാനുള്ള സ്വാതന്ത്ര്യം അന്ന് നമ്മൾ തമ്മിൽ ഉണ്ടായിരുന്നില്ലല്ലോ. അടുപ്പുണ്ടെന്ന് ഇപ്പോഴെങ്കിലും സമ്മതിച്ചല്ലോ, ഭാഗ്യം. ഞാനും ഒരു പെൺകുട്ടിയെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിരുന്നു. ഏറെക്കാലത്തെ ബന്ധമായിരുന്നു അത്. അവസാനം ഒരു ജോലിയൊക്കെ കിട്ടി പച്ച പിടിച്ച് വിവാഹത്തിന് തയ്യാറായപ്പോ വൈകിപ്പോയി. അവളൊന്ന് വേറൊരുത്തന്റെ ഭാര്യയാണ്. ഒന്നാലോചിച്ചാ നമ്മൾ രണ്ടുപേരും തുല്യ ദുഃഖിതരാ അല്ലേ? എനിക്ക് ദുഃഖമുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. പറ്റേ ഹലോ യമുന. ഹലോ. അല്ല, യമുന എന്താ ഇവിടെ നിൽക്കുന്നത്? ഇവിടെ എന്തിനാ സാധാരണ നിൽക്കുന്നത്? കുറച്ചു കാലമായി യമുനോട് ഒരു കാര്യം ചോദിക്കണമെന്ന് വിചാരിക്കായിരുന്നു. ഡൈവോഴ്സ്? അതെ. ഇവിടെ ഒറ്റയ്ക്കാണ് താമസം? ബസ് സ്റ്റാൻഡിലല്ലേ ഞാൻ താമസിക്കുന്നത്. സോറി, ഞാൻ ചോദിച്ചത്. എന്നാ എന്റെ മോനും ഉണ്ട് കൂടെ. യു വിൽ ബി ഫീലിംഗ് വെരി ലോൺലി. എനിക്ക് എന്തൊക്കെയോ യമുനോട് പറയണമെന്നുണ്ട്. അതുകൊണ്ട് ബാബുന് എന്താ പറയാനുള്ളത്? അത് പബ്ലിക്കായിട്ട് പറയുന്നത് അങ്ങനെ. ഒന്ന് തനിച്ച് സംസാരിക്കാൻ മറ്റെങ്ങോട്ടെങ്കിലും മാറിയെന്നാൽ ഞാൻ നിങ്ങളെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യാം. പറയാനുള്ളത് ഇവിടെ വെച്ച് പറഞ്ഞാൽ മതി. അല്ല, ഇവിടെ വെച്ച് അങ്ങനെ പറയുക. കമോൺ, ഐ വിൽ ഡ്രോപ്പ് യു. നോക്കിയിരിക്കുന്നേ മുഹൂർത്തത്തിന് സമയമായി. മുഹൂർത്തം സാറേ, ഇത് ഇപ്പോഴെല്ലാം കാണാൻ പറ്റൂ. വണ്ടി വരോ? എന്ത് പറ്റി സാറേ? രാവിലെ നല്ല കണിയാണല്ലോ. നാണമില്ല പെണ്ണുങ്ങളോടൊക്കെ ഇങ്ങനെ കാണിക്കാൻ? പിടിക്കണോ? ബസ് കയറാനായിരിക്കും. അല്ല, ലോറി. എന്തിനാ മധുവിനെ കാണണമെന്ന് പറഞ്ഞത്? അല്ല, ഒന്നുമില്ല. അമ്മയുടെ കത്തുണ്ടായിരുന്നു. അവരെനിക്ക് ഏതോ പെണ്ണിനെ കണ്ടുവച്ചിട്ടുണ്ടെന്നും അതുകൊണ്ട് ഞാൻ ഉടനെ വീട്ടിലേക്ക് ചെല്ലണമെന്നും. അതൊരു നല്ല വാർത്തയല്ലേ? കേൾക്കാനൊരു സുഖമുണ്ടല്ലേ? പക്ഷെ മറിച്ചാണ്. യമുനയുടെ കൂടെ അഭിപ്രായം അറിഞ്ഞിട്ട് വേണം എനിക്ക് അമ്മയ്ക്ക് എഴുതാൻ. എന്റെ അഭിപ്രായോ? വളച്ചിട്ടൊന്നും ഇല്ലാതെ തന്നെ പറയാം. എനിക്ക് യമുന ഇഷ്ടമാണ്. യമുനെ വിവാഹം കഴിച്ചാൽ കൊള്ളാവുന്നുണ്ട്. മറുപടി എന്ത് തന്നെ ആയാലും പറയാം. സോറി. ഒരു പുനർവിവാഹത്തെക്കുറിച്ച് ഞാൻ ഇതുവരെ ചിന്തിച്ചിട്ടില്ല. എനിക്കതിൽ താല്പര്യമില്ല. കാരണം? പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. എന്നും ഇങ്ങനെ മോനുമായിട്ട് ഒറ്റയ്ക്ക് ജീവിക്കാനാണോ ആഗ്രഹം? ഒരുപക്ഷെ ആയിരിക്കാം. ഒരു പക്ഷേ ആയിരിക്കാം.
അപ്പോ ആശയ്ക്ക് ചെറിയൊരു വകയുണ്ട്. എനിക്ക് ഇത്തിരി ധൃതിയുണ്ട്. ഇപ്പൊ ദയവായി പോ. ഇപ്പൊ പോകൂ എന്ന് പറഞ്ഞ യമുനയെ കൊണ്ട് ഞാൻ വരൂ എന്ന് പറയിപ്പിക്കും. ഞാനൊരു ശുഭാപ്തി വിശ്വാസക്കാരനാണ്. എന്താ സാർ ഒരു തമാശ കേട്ട പോലെ അത്ര നിസ്സാരമായിട്ട് തള്ളിക്കളഞ്ഞ എന്റെ വാക്കുകൾ? ഞാനൊന്ന് പറഞ്ഞോട്ടെ സാർ, ആ ചിരി കേൾക്കുമ്പോ അറിയാം സാറിന്റെ ഉള്ളിൽ ജീവിതത്തിന് വേണ്ടി കൊതിക്കുന്ന ഒരു മനസ്സുണ്ടെന്ന്. യെസ്, യു ആർ കറക്റ്റ്. മേരി പറഞ്ഞത് ശരിയാ. പക്ഷേ ഈ പക്ഷിയുടെ അർത്ഥം എനിക്കറിയാം സാർ. ഞാൻ വിവാഹിതനാണ്. ഭാര്യയുമായുള്ള ജീവിതം പൊരുത്തക്കേടായി തോന്നിയപ്പോ ആ ബന്ധം വേർപ്പെടുത്തി അവൾ ഇന്ന് മറ്റൊരിടത്ത്, ഞാൻ ഇവിടെ എന്നൊക്കെയല്ലേ സാറിന് പറയാനുള്ളത്? ഇല്ല കുട്ടി, ഇനിയുമുണ്ട് ബാക്കി. ഓ സെന്റിമെന്റ്സോ? വീണ്ടും തിരിച്ചു വരുന്നുള്ള പ്രതീക്ഷ ഉണ്ടല്ലേ? ഞാനിതൊക്കെ പറയുമ്പോ ഒരു എടുത്തുചാട്ടക്കാരി പെണ്ണാണെന്ന് ഒരുപക്ഷെ തോന്നിയേക്കാം. സാറിനറിയാമോ, ഓഫീസിൽ വരുമ്പോ മാത്രമാ ഈ ചിരിച്ച മുഖവും കുസൃതിയും ഒക്കെ. എന്റെ അമ്മയുടെ മരണം എന്നെ വല്ലാതെ ഒറ്റപ്പെടുത്തി കളഞ്ഞു. അച്ഛന്റെ രണ്ടാം വിവാഹം എനിക്കൊരു രക്ഷയായിരിക്കുന്ന പാവ അച്ഛൻ പോലും കരുതിയിരുന്നേ. പക്ഷെ മറിച്ചാണ് സംഭവിച്ചത്. ഇന്ന് ആ സ്ത്രീ ഒരു വൃത്തിയിട്ട മനുഷ്യനെ കൊണ്ട് എന്നെ വിവാഹം കഴിപ്പിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ്. സ്വഭാവം പോട്ടെ സർ, അച്ഛന്റെ പ്രായമുള്ള ഒരു മനുഷ്യനെ. അന്ന് ഓഫീസിൽ വെച്ച് സാറിനെ മോഹൻ എന്ന് വിളിച്ചപ്പോഴും കൂടുതൽ സ്വാതന്ത്ര്യം കാട്ടിയപ്പോഴും ഒക്കെ സാറിന് വേദനിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. അല്പസ്നേഹം അതിനുവേണ്ടി മാത്രമാണ്. അതെനിക്ക് കിട്ടുമെന്ന് തന്നെ ഞാൻ കരുതട്ടെ. എക്സ്ക്യൂസ് മീ, ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. ഇന്നലെ യമുനയോട് ഞാൻ അല്പം അമിത സ്വാതന്ത്ര്യം കാണിച്ചു. ആ കുറ്റബോധം തീരണമെങ്കിൽ യമുന എന്നോട് ക്ഷമിച്ചു എന്ന് പറയണം. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു സ്ത്രീയോട് അത്തരത്തിലൊരു പെരുമാറ്റം. ദയവായി ആ സംഭവത്തെക്കുറിച്ച് കംപ്ലൈന്റ് ചെയ്യരുത്. ബുദ്ധി നശിച്ചൊരു സഹോദരന്റെ ക്ഷമകേടായി അതിനെ കണക്കാക്കിക്കൂടെ? ഞാനതൊക്കെ അപ്പോഴേ മറന്നു. താങ്ക് യു വെരി മച്ച്. വരട്ടെ. എന്തായി ഒത്തോ എന്തൊത്തോന്നു? അല്ല, സ്വകാര്യം പറയുന്നത് കേട്ടു. ഇവിടുത്തെ എല്ലാ പെണ്ണുങ്ങളും പോലെ അല്ല കാഷ്യർ, കാന്താരിയാണ്. എല്ലാവർക്കും 32 പല്ല് ഒരു നാക്കുമാണ്. ഇത് 32 നാക്ക് 32 പല്ലുമാണ്. എല്ലാ നാക്കുകളും സംസാരിക്കും. തന്നോട് ആരെങ്കിലും അഭിപ്രായം ചോദിച്ചോ? അഭിപ്രായം ചോദിച്ചിരിക്കും. പറയുന്നതിന്റെ ഒരു വീക്ക്നെസ് ആണ്. ഒന്ന് പോടോ. ചിലപ്പോ ഇതായിരിക്കും ഇയാളുടെ വീക്ക്നെസ്. പിന്നെ മേരി ഇന്നലെ ഏത് സിനിമയ്ക്ക് പോയിന്നാ പറഞ്ഞത്? റോമൻ ഹോളിഡേ. എങ്ങനെയുണ്ട്? കൊള്ളാം സാർ, നല്ല ലവ് സ്റ്റോറിയാ സാർ. ചെക്കപ്പെടണം. വൺ സെക്കൻഡ്. പിന്നെ ബർത്ത്ഡേ പാർട്ടി വെറും ഒരു ചോക്ലേറ്റ് മാത്രം ഒതുക്കിയത് മോശമായി പോയി കേട്ടോ. ആ പിന്നെ എന്റെ കൂട്ടുകാരി പറയാ നിന്റെ മാനേജർ നല്ല സ്മാർട്ട് ആണെന്ന്. റിയലി? താങ്ക് യു. ഇതാണ് സാർ. ഇറ്റ്സ് ഓൾ റൈറ്റ്. എന്തോ പൊടിയിരുന്നതാ. മേരിക്ക് നാളെയല്ലേ ലീവ് വേണമെന്ന് പറഞ്ഞ സൂപ്പറിനോട് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. എക്സ്ക്യൂസ് മീ, ബാങ്ക് ടൈമിന് മുമ്പ് ചെക്ക് കൊടുത്തയക്കേണ്ടതാ എന്ന് പറഞ്ഞ അവിടെ ഒരു ജോലി ചെയ്യുന്ന കാണാൻ പാടില്ലേ? പിന്നെ മേരി, ഞാൻ എന്താ പറഞ്ഞോണ്ടെന്ന് വെച്ചാല് നാളെ പിന്നെ എഴുതിക്കോളൂ. മേരി, സി താൻ ഈ ഓഫീസിലെ ടൈപ്പിസ്റ്റ് ആണ്. ആ ഓർമ്മയിൽ വേണം ബിഹേവ് ചെയ്യാൻ. അല്ലാതെ ആണുങ്ങളുടെ അടുത്ത് നിന്ന് കൊഞ്ചാനും കൊഴിയാനും നിന്നാലേ അതിന്റെ നാണക്കേട് ഞങ്ങൾക്കും കൂടാ. അതെന്റെ ഇഷ്ടാ. നിങ്ങൾക്ക് എന്താ? നിന്റെ ഇഷ്ടം സാധിക്കുന്നത് നിന്റെ വീട്ടിൽ. ഞങ്ങൾ ഇവിടെ കുറെ പെണ്ണുങ്ങൾ ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നുണ്ട്. നിന്റെ അഴിഞ്ഞാട്ടവും തോന്നിയാസോ ഒക്കെ ഞങ്ങളെയും ബാധിക്കും. മനസ്സിലായോ? ഈ സ്ത്രീക്ക് വട്ടാണോ? അനാവശ്യം പറഞ്ഞിട്ടുണ്ടല്ലോ. കഴിഞ്ഞൊന്ന് സംസാരിക്കുന്നത്. നിന്റെ അഴിഞ്ഞാട്ടം ഞാൻ ഈ സ്ഥാപനത്തിൽ കണ്ടതാ. നിർത്തണ പറഞ്ഞത്. നിനക്കൊക്കെ തോന്നിയ ദിവസം കാണിക്കുന്നത് ചന്തയാണോ? മേരി എന്റെ ക്യാബിൽ വന്ന് ഞാൻ വിളിച്ചിട്ടാ. ഞാൻ മാനേജർ അവളെ സ്റ്റോപ്പ് യുവർ ചീപ്പ് ഈഗോസ്. അല്ലെങ്കിൽ തന്നെ എന്നെ കുറിച്ച് ഓർത്ത് സഹതപിക്കാൻ നീ ആരാ? എന്റെ കാമുകയോ?
അതോ ഭാര്യയോ അതോ ഭാര്യയോ അതോ ഭാര്യയോ അതോ ഭാര്യയോ അതോ ഭാര്യയോ? യമുന എന്തിനാ വിളിച്ചത്? വെറുതെ വെറുതെ വിളിച്ചതാ.